നമ്മളിലെ പല ആളുകളും നമ്മൾ വിദേശത്തൊക്കെ പോയിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് എത്രയും റിസ്ക് എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ ആളുകളും ഫണ്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഓരോരോ റിക്രൂട്ടിങ് ഏജൻസികൾക്ക് ക്യാഷ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും നടന്നില്ല, അതുപോലെ അവരുടെ ഭാഗത്തു നിന്നും പ്രോപ്പറായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ലഭിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോർമലി നമ്മൾ അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അവരായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കില്ല. ആ പൈസ പോയ പോലെ തന്നെ കൂട്ടുന്ന രീതിയിലാണ് പലരും നടക്കുക. എന്നാലേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്നല്ല, നമുക്കിപ്പോൾ നിലവിൽ ഇത്തരം ഏജൻസികളുടെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റി എന്ന് പറയുന്നതാണ് POE എന്ന് പറയും, പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രൻ്റ്. അപ്പോൾ ഇവർ ത്രൂ ആണ് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നതും ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് ആളെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അതോറിറ്റിക്കാണ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഏജൻസീൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് റീഫണ്ട് ലഭിച്ചില്ല എങ്കിൽ ഈ ഏജൻസിയുടെ ലൈസൻസ് വരെ കട്ടാക്കാനുള്ള അതോറിറ്റി POEക്കാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? POEയുടെ കോണ്ടാക്റ്റ് നമ്പറും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇമെയിൽ ID ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? POEയിലേക്ക് ജസ്റ്റ് ഒരു മെയിൽ ചെയ്യുക. നിങ്ങളുടെ അവരുമായിട്ട് പണമിടപാട് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ട് ട്രാൻസ്ഫർ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് മെയിൽ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒരു നിങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു മെയിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു റീപ്ലൈ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. അതിന് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ അവരായിട്ട് ഇടപാട് നടത്തിയിട്ടുള്ള സംഭവങ്ങളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവോയ്സ് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണ് പേയ്മെൻറ്റ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻവോയ്സ് ലഭിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പാസ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് എന്തെങ്കിലും രേഖകളുണ്ടെങ്കിൽ അതും, പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ മെയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റീപ്ലൈ തരും. നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടി ഈ മെയിലിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്പം ലേറ്റ് ആയാലും നമുക്ക് ആ പേയ്മെൻറ്റ് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. പല ആളുകളും ഇതിൻ്റെ പേരിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളൊന്നും അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ POEയെ സമീപിക്കുക. അവർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഏജൻസികൾക്കൊക്കെ ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടെ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഏജൻസികളുടെ ഡീറ്റെയിൽസും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നാളെ നമ്മളെപ്പോലെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവർക്കെല്ലാം അതൊരു ഉപകാരമായി തീരട്ടെ എന്ന് ഇതോടൊപ്പം ചേർക്കുന്നു. ഹാവ് എ നൈസ് ഡേ.